ഓം ഹ്രീം നമ ശിവായ. ഞാനിനി പറയാൻ പോകുന്ന 10 ഗുണങ്ങളിൽ 7 ഗുണങ്ങളെങ്കിലും നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ ശിവചൈതന്യം പേറുന്ന ഒരു വ്യക്തിയാണ്. നമ്മളിൽ പലരും ശിവഭക്തരായിരിക്കും, ശിവനെ ജീവനെ പോലെ സ്നേഹിക്കുന്നവരായിരിക്കും, നമ്മൾ ആ കാലടികളിൽ അഭയം പ്രാപിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. പക്ഷേ ശിവഭക്തരും ശിവ ചൈതന്യമേറ്റവരും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. അതായത് ഭക്തിയിലൂടെ ശിവനെ തിരിച്ചറിഞ്ഞ് ശിവന്റെ അനുഗ്രഹം നേടിയവരായിരിക്കും ഈ ചൈതന്യ സ്വരൂപർ. നമ്മുടെ ഇടയിൽ ഇത്തരം ആൾക്കാർ ധാരാളമായിട്ടുണ്ട്. പലപ്പോഴും അവർക്ക് തന്നെ തങ്ങൾ ഒരു ശിവചൈതന്യം പേറുന്ന വ്യക്തിയാണെന്ന് തിരിച്ചറിയില്ല. പക്ഷേ ഈ ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശിവചൈതന്യം പേറുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ പ്രപഞ്ചത്തിൽ മറ്റൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല. കാരണം നിങ്ങൾ ആ ആത്യന്തികമായ പൊരുളിൻ്റെ ആ അനുരണങ്ങൾ പേറുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ നിങ്ങൾ മറ്റൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല. കാരണം നിങ്ങൾ ആ പ്രാപഞ്ചിക ശക്തിയുടെ പൂർണ്ണ സ്വരൂപത്തിൻ്റെ ആ ചൈതന്യത്തെ വഹിക്കുന്നവരാണ്. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്ന 10 ഗുണങ്ങളിൽ 7 ഗുണങ്ങളെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ഇതിൻ്റെ കീഴെ രേഖപ്പെടുത്തണം. ഇനി പറയുന്നതിൽ ഏതൊക്കെ ഗുണങ്ങളാണ് നിങ്ങൾക്ക് ഉള്ളത്, ചിലപ്പോൾ 7 ഉണ്ടായില്ലെങ്കിലും ചിലപ്പോൾ 5 ഗുണങ്ങളൊക്കെ ചിലർക്കുണ്ടാവുള്ളൂ. അപ്പം ആ 5 ഗുണങ്ങൾ ഏതൊക്കെ പോയിന്റുകളാണ് നിങ്ങൾക്കുള്ളതെന്നും ഇതിൻ്റെ കീഴെ രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് അതൊന്ന് മനസ്സിലാക്കാം. നമസ്കാരം, ഞാൻ RJ ഹരിചന്ദ്രൻ മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനലിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്നും രാവിലെ ഒട്ടേറെ വിശേഷ കാര്യങ്ങൾ നിങ്ങളുടെ വാട്സപ്പിലൂടെ ലഭിക്കും. മാത്രമല്ല നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുകയും ചെയ്യുന്നതാണ്. പിന്നെ ഈ വീഡിയോയുടെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാൽ പൂജകളിൽ നിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കാൻ എനിക്ക് കഴിയുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക. കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുത്താൽ മതി. അഡ്മിൻ നോട്ട് ചെയ്ത് എനിക്ക് തരും. അതിനായിട്ട് ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണം. കാരണം അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ഇതിൽ നിന്നുള്ള റെക്കമെൻഡേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ചാനലിലെ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയുക. യൂട്യൂബ് അങ്ങനെയാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. എങ്കിൽ മാത്രമായിരിക്കുമല്ലോ നിങ്ങളുടെ വിവരങ്ങൾ നമുക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ കഴിയുക. അപ്പോൾ ഇത് പ്രയോജനപ്പെടുത്തുമല്ലോ. അപ്പോൾ പരമശിവന്റെ പരമകാരുണ്യം പേറാൻ ഒരു മനുഷ്യന് കഴിയുക എന്ന് പറയുന്നത് വളരെ പുണ്യവത്തായിട്ടുള്ള കാര്യമാണ്. അതിനാണ് നമ്മൾ ഭക്തർ വ്രതം എടുക്കുന്നത്, നിത്യവും ഭഗവത് നാമങ്ങൾ ജപിക്കുന്നത്, ഭഗവാനെ മനമുരുകി വിളിക്കുന്നത്. പക്ഷേ ഭഗവാൻ നിശബ്ദമായിട്ട് നമ്മുടെ ശിരസിൽ തഴുകി കടന്നു പോകുന്നത് പലപ്പോഴും നമ്മൾ തിരിച്ചറിഞ്ഞില്ല എന്ന് വന്നേക്കാം. നമ്മളിൽ ഉണ്ടായ മാറ്റങ്ങളെ നമ്മൾ അളന്നില്ല എന്ന് വന്നേക്കാം. നമ്മുടെ ഗുണങ്ങളെ നമ്മൾ കണ്ടില്ല എന്ന് വന്നേക്കാം. നമ്മൾ ഈ 10 ഗുണങ്ങളെ ഒന്ന് നോക്കണം. ഇതിൽ ഏതൊക്കെ ഉണ്ട് എന്ന് ഇപ്പോൾ തന്നെ ഒന്ന് നോട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 5 ഗുണം ഉണ്ടെങ്കിൽ ഏതാണ്ട് നിങ്ങൾ ഭഗവത് ചൈതന്യത്തെ പേറാൻ തയ്യാറായി കഴിഞ്ഞു. ഇനി 7 ഗുണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭഗവത് ചൈതന്യമായിട്ട് ചേർന്ന് കഴിഞ്ഞു. ഇനി 10 ഗുണങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭഗവത് സ്വരൂപത്തിൻ്റെ മറ്റൊരു രൂപം പോലെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്നും ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സാരം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഗുണം എന്താണെന്ന് നോക്കാം. തീക്ഷ്ണതയുള്ള കണ്ണുകൾ, ശാന്തമായ ഭാവം. അതായത് ഭഗവാന്റെ ആ ചൈതന്യം നമ്മളിലേക്ക് പ്രവഹിക്കുമ്പോൾ നമുക്ക് കണ്ണുകളിൽ അസാധാരണമായിട്ടുള്ള ഒരു തിളക്കം വരും, ഒരു തീക്ഷ്ണത വരും. ലോകത്തെക്കുറിച്ച് ഒരു വലിയ സങ്കല്പം ഉണ്ടായി വരും. നമ്മുടെ കണ്ണുകളുടെ ആ പവറിന് മുന്നിൽ പലപ്പോഴും പല വ്യക്തികൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത തരത്തിൽ ആകുന്നത് കാണാം. നമ്മളടുത്ത് കള്ളം പറയുന്നവരൊക്കെ പെട്ടെന്ന് തല താഴ്ത്തി പോകുന്നത് കാണാം. നമ്മളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ശത്രുക്കൾക്ക് പോലും നമ്മുടെ നോട്ടത്തെ കീഴ്പ്പെടുത്താൻ പറ്റാത്ത തരത്തിൽ അവർ ചൂളിപ്പോകുന്നതായിട്ട് കാണാം. പക്ഷേ അറിഞ്ഞുകൊണ്ട് നമ്മൾ
ക്രോധഭാവം നടിക്കുകയല്ല അവിടെ ചെയ്യുന്നത്. നമ്മുടെ കണ്ണുകളിലേക്ക് ഒരു പ്രത്യേക തരം ചൈതന്യം വന്നുകൂടുകയാണ്. പക്ഷെ നമ്മൾ വളരെ ശാന്തമായിട്ടായിരിക്കും ഈ സമയത്ത് കാണപ്പെടുക. എല്ലാത്തിലും വളരെ വിനയത്തോടു കൂടി, എന്നാൽ ആത്മഗൗരവം നഷ്ടപ്പെടാത്ത ഒരു പ്രത്യേക ഭാവം. ഇത് സ്ത്രീയിലും കാണും, പുരുഷനിലും കാണും. ഒരാളിൽ മാത്രമല്ല കാണുന്നത് ഈ ചൈതന്യം ലയിക്കുമ്പോഴുണ്ടാകുന്ന ഈ ഭാവം. ചില വ്യക്തികളിലാണെങ്കിലോ അത്രയും കാലം അവർ ക്ഷീണിതമായിട്ട് കാണപ്പെടും. പെട്ടെന്ന് അവർ ഊർജ്ജസ്വലതയിലേക്ക് കടക്കും. ഈ ചൈതന്യത്തിൻ്റെ ആ പ്രവാഹത്തിൻ്റെ ഫസ്റ്റ് ലക്ഷണം ഇതാണ്. അതിനുശേഷമായിരിക്കും ഇവരുടെ കണ്ണുകളിൽ അതീവ ചൈതന്യമുറ്റ ആ ഒരു പ്രഭാവം ഉണ്ടല്ലോ, ആ ശൈവ ചൈതന്യത്തിൻ്റെ പ്രഭാവം അത് കൂടിക്കൊള്ളുക. ഈ ആൾക്കാർ പൊതുജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന വ്യക്തിയായിരിക്കും, പക്ഷേ തിരിച്ചടികളിൽ പതറിപ്പോകുന്ന വ്യക്തിയുമായിരിക്കില്ല. അപ്പോൾ നിങ്ങളുടെ ഈ മാറ്റം തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒന്നാമത്തെ പോയിന്റിൽ അർഹമായ ആളാണ്. രണ്ടാമത്തെ കാര്യം, ഇവർ അധികം സംസാരിക്കില്ല, പക്ഷേ എല്ലാം മനസ്സിലാക്കും. അതായത് ഈ ചൈതന്യമുള്ള ആൾക്കാർ അധികം കിടന്ന് സംസാരിച്ച് ഒരു കാര്യത്തെക്കുറിച്ച് ഞാനെന്ന ഭാവത്തിൽ ഗർവോടുകൂടി പെരുമാറുന്ന വ്യക്തികളായിരിക്കില്ല. മുൻകാലങ്ങളിൽ അവരങ്ങനെ ആയിരുന്നിരിക്കണം, പക്ഷേ ഇവരുടെ ഉള്ളിൽ പെട്ടെന്ന് ഒരു ശാന്തത കടന്നു വരുന്നു. ഇവർ മറ്റുള്ളവർ പറയുന്നത് കേട്ടിരിക്കുന്നു, എന്നിട്ട് അവർ കുറച്ച് വാക്കുകളിലൂടെ മറ്റൊരാളെ സമാധാനിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ പറയുന്നു. കാരണം ഇവരുടെ ഉള്ളിലെ ആത്മഗൗരവം അത്രത്തോളം വളർന്നിരിക്കുന്നു. ഇവർ എല്ലാത്തിനെയും കാണുന്നു, എല്ലാത്തിനെയും മനസ്സിലാക്കുന്നു. എന്നാൽ ഇവർ കൂടുതലായിട്ട് വാക്കുകളെ ഉപയോഗിച്ച് ആ അന്തരീക്ഷത്തെ മോശമാക്കുന്നില്ല. പകരം ഗൗരവതരമാർന്ന ശാന്തതയാർന്ന വാക്കുകൾ ജ്ഞാനത്തോടെ ഉരുവിടുന്നു. ഈ ഭാവം നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാർക്ക് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ കാര്യം, പ്രശ്നങ്ങൾ വരുമ്പോൾ തളരില്ല എന്നുള്ളതാണ്. മുമ്പ് നമ്മൾ പല പ്രശ്നങ്ങൾ കാണുമ്പോഴും അതിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിച്ചിരുന്നു. പിന്നീടാകട്ടെ പ്രശ്നങ്ങൾ തന്നെ ബാധിക്കുമെന്നറിഞ്ഞ് പൊട്ടിക്കരഞ്ഞിരുന്നു, ചിലപ്പോൾ തല കുമ്പിട്ടിരുന്നു. എന്നാൽ ശൈവ ചൈതന്യം നമ്മൾ പ്രാർത്ഥനയിലൂടെ നേടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഭയം അങ്ങ് മാറി. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ തലയുയർത്തി തന്നെ നിന്നു. കാരണം ഈ പ്രശ്നങ്ങളെ മറികടക്കാൻ ഈ പ്രപഞ്ചം ഒരു ശക്തിയെ കൊണ്ടുതരും എന്ന് നമുക്കറിയാം. നമ്മൾ അതിനുവേണ്ടി കഷ്ടപ്പെടും, അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് ആരൊക്കെ പറയുന്നു. മാത്രമല്ല, എന്തൊക്കെ വന്നാലും പ്രശ്നത്തിന് മുന്നിൽ ഞാൻ അടിപതറി പോകുകയില്ല എന്ന് സദാ ഉള്ളിനകത്ത് നിന്ന് ആരോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മുൻകാലയളവിൽ ആത്മഹത്യ പ്രവണതയൊക്കെ കാണിച്ചു കൊണ്ടിരുന്നവർ, അല്ലെങ്കിൽ നിരാശയിൽ അമർന്നു പോയവർ, പക്ഷേ അതെല്ലാം മാറിവെച്ച് ഞാൻ ഇനിയും മുന്നോട്ട് പോകും, എനിക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ള ചിന്തയിലേക്ക് വരുന്നു. ഈ ഭാവം നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ശിവചൈതന്യത്തിൻ്റെ മൂർത്തമായിട്ടുള്ള ഒരു അനുഭവമാണ്. നാലാമത്തെ കാര്യം, കഠിനാധ്വാനികളായി മാറും. ശൈവ ചൈതന്യം വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സാധാരണ കിടന്നുറങ്ങാനോ ഉന്മേഷരഹിതരായിട്ടിരിക്കാനോ ശ്രമിക്കുകയില്ല. കാര്യം ആ ചൈതന്യത്തെ വിലമതിക്കുന്നവരായിരിക്കും നമ്മൾ. സമയത്തെ കൃത്യമായി കണ്ടറിഞ്ഞ് നമ്മുടെ പ്രവൃത്തികളെ പൂർണ്ണമായിട്ട് ചെയ്യാനായിരിക്കും നാം ശ്രമിക്കുക. മാത്രമല്ല, നമ്മളുടെ മനസ്സിൽ എപ്പോഴും ദൈവവിചാരം മാത്രമായിരിക്കും. ഓരോ പ്രവൃത്തിയിലും ഞാനെന്ന ഭാവം നമ്മിൽ ഉണ്ടാവുകയില്ല. നമ്മൾ തികഞ്ഞ നിഷ്കാമി ഭാവത്തിലായിരിക്കും കാണപ്പെടുക. അധികമായ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ ഓടുന്ന ശീലം നാം പൂർണ്ണമായിട്ട് മതിയാക്കും. ഉള്ളതിൽ സന്തോഷിക്കുവാനുള്ള ശ്രമമായിരിക്കും നാം ചെയ്യുക. മാത്രമല്ല, സമയത്തിൻ്റെ നഷ്ടത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ടാകും. കാരണം ഭഗവാൻ കാലഭൈരവനാണ്, കാലത്തിൻ്റെ നിയന്ത്രിതാവാണ്. ഭഗവാന്റെ ചൈതന്യം പേർന്നവർ ഒരിക്കലും സമയത്തെ നഷ്ടപ്പെടുത്തുകയില്ല. സമയം ഹ്രസ്വമാണെന്നും നമ്മുടെ പ്രവൃത്തി കൃത്യമായി ചെയ്യണമെന്നും ഇവർക്കറിയാമായിരിക്കും. ഈ ചൈതന്യം വഹിക്കുന്നവർ നിഷ്ക്രിയരായി കാണപ്പെടുകയേയില്ല. നിങ്ങളിൽ ഈ ഭാവം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലെ ഭഗവാന്റെ ചൈതന്യം ഉദ്ഭവിച്ചു കഴിഞ്ഞു. അഞ്ചാമത്തെ കാര്യം, കുടുംബത്തോടുള്ള ഉത്തരവാദിത്വം എന്നുള്ളതാണ്. ഭഗവാൻ സ്വന്തം ശരീരത്തെ പാർവതിക്കായി പകർന്നു കൊടുത്ത ആളാണ്. തൻ്റെ പ്രജകളെ, തങ്ങളുടെ മക്കളെ എപ്പോഴും കാത്തരുള്ളുന്ന ആളാണ്. കുടുംബക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവനാണ്. അതുപോലെ തന്നെ ശൈവ ചൈതന്യം പേർന്ന ഒരു വ്യക്തി ആ ഭഗവാന്റെ കാൽപാദങ്ങളെ പിന്തുടരുന്ന ഒരാളായിരിക്കും. കുടുംബത്തിനകത്തെ കടമകളെ കൃത്യമായി നിർവഹിക്കുന്ന ഒരാളായിരിക്കും. ഒരു കാര്യത്തിലും അനാസ്ഥ കാണിക്കാത്ത വ്യക്തിയായിരിക്കും. കുടുംബാംഗങ്ങളെ തന്നിലേക്ക് ചേർത്ത് പിടിക്കുന്ന, ആത്മീയതയിൽ ഊന്നിക്കൊണ്ടാണെങ്കിലും ഭൗതികതയിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്തൊരു വ്യക്തിയായിട്ട് മാറുന്നതാണ്. നിങ്ങളിൽ ഈ പ്രകൃതമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ആ ചൈതന്യത്തെ പേർന്ന ഒരാളാണ്. ആറാമത്തെ കാര്യം, തികഞ്ഞ വിശ്വാസിയായിരിക്കും, പക്ഷേ അന്ധവിശ്വാസത്തെ എതിർത്തുകൊണ്ടിരിക്കും. അതായത് ഈശ്വര വിശ്വാസം ഇവർക്ക് ഒരു കേവലം കാട്ടിക്കൂട്ടൽ മാത്രമായിരിക്കില്ല.
ഇവർ ഉള്ളറിഞ്ഞ് ഭഗവാനെ വിളിക്കുന്ന ആളായിരിക്കും. പക്ഷേ പലപ്പോഴും ക്ഷേത്ര കവാടങ്ങളിലോ മറ്റോ ഇവരെ ധ്യാനനിരതരായിട്ട് കാണാം. അധികം ഒച്ചപ്പാടുകളോ മറ്റോ ഇവർ സൃഷ്ടിക്കില്ല. മാത്രമല്ല എപ്പോഴും ശാന്തമായ ഒരു ഭാവമായിരിക്കും. അന്ധവിശ്വാസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ ചിലർ പറഞ്ഞു വരുമ്പോൾ ഇവർ അതിനെ എതിർക്കും. ഇതല്ല ദൈവവിശ്വാസത്തിൻ്റെ വഴി എന്ന് ഇവർ ഉറക്കെ പറയും. മാത്രമല്ല ഇവർ ശാന്തമായിട്ടുള്ളതും ആർത്തിയില്ലാത്തതുമായിട്ടുള്ള ഒരു ജീവിതത്തെ നയിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അന്ധവിശ്വാസങ്ങളിൽ അടിപതറിപ്പോകുന്നവരെ കൈപിടിച്ചുണർത്താൻ ഇവർ എപ്പോഴും സന്നദ്ധരായിരിക്കും. നിങ്ങളിൽ ഈ പോയിന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ഈശ്വരഗുണം നിറഞ്ഞ ഒരാളാണ്. ഏഴാമത്തെ കാര്യം, എപ്പോഴും ഉറക്കത്തിൽ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. തികഞ്ഞ ചൈതന്യം പേർന്ന ശൈവമൂർത്തികളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയിൽ ഉറക്കത്തിനിടയിൽ ഭഗവാനെ, പാർവതിയും ഗണപതിയും സുബ്രഹ്മണ്യനെയൊക്കെ കാണുക സ്വാഭാവികമാണ്. അവർ ആത്മതലത്തിൽ അവരുമായി സംവദിച്ചു കൊണ്ടിരിക്കും. മാത്രമല്ല ശൈവ ചൈതന്യത്തിൻ്റെ പൂർണ്ണതയിൽ ശിവരൂപമായിട്ട് ഇവർ ഇടകലർന്ന് സഞ്ചരിക്കാനും തുടങ്ങും. സ്വപ്നവേളകളിൽ പലപ്പോഴും ശിവൻ ഇവരുടെ അരികിൽ വന്നിരിക്കുന്നതായിട്ടും പാർവതി ദേവി ഇവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നതായിട്ടും കാണും. അവരൊരുമിച്ച് എവിടെയൊക്കെ യാത്ര ചെയ്യുന്നതായിട്ടോ അവരുമായി സംസാരിക്കുന്നതായിട്ടോ ചിരിക്കുന്നതായിട്ടോ ഉല്ലസിക്കുന്നതായിട്ടോ ഒക്കെ കാണും. സ്വപ്നത്തിൽ പലവട്ടം ഇങ്ങനെയുള്ള രംഗങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ശൈവ ചൈതന്യം നമ്മിലേക്ക് നിറയുന്നതിൻ്റെ ഒരു പൂർണ്ണമായ തെളിവ് ഇവിടെ ലഭ്യമാവുകയാണ്. ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ശൈവ ചൈതന്യത്തിൻ്റെ ഒരു പ്രതിരൂപമായിക്കൊണ്ടിരിക്കുകയാണ്. ഒൻപതാമത്തെ കാര്യം, ഇവർ എത്ര ദാരിദ്ര്യ സ്ഥിതിയിലായിക്കോട്ടെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി കാണിച്ചുകൊണ്ടിരിക്കും. അതെ, നിറഞ്ഞ പാനപാത്രം പോലെയാണ് ഭഗവാൻ. എല്ലാത്തിലേക്കും ഇങ്ങനെ തുളുമ്പി വീണുകൊണ്ടിരിക്കും. ഭഗവാൻ എപ്പോഴും നിറഞ്ഞ പ്രതിഭാസമായിരിക്കും. അതുപോലെ തന്നെയാണ് ശിവ ചൈതന്യം പേർന്നവരും. അവർ എത്ര കഠിനതരമായിട്ടുള്ള പ്രതിസന്ധിയിലാകട്ടെ, അവരെ ചൂഴ്ന്നു നിൽക്കുന്ന ദാരിദ്ര്യം എത്രമാത്രമോ ആകട്ടെ, പക്ഷേ ഇവർ സഹജീവികളെ ചേർത്ത് പിടിക്കുന്നവരായിരിക്കും. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നവരായിരിക്കും. തന്നാൽ ഒരു സഹായം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നവരായിരിക്കും. അവരുടെ ദാരിദ്ര്യം പലപ്പോഴും മറച്ചുവെച്ച് അന്യൻ്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കും. തൻ്റെ ദാരിദ്ര്യ വിമുക്തിക്ക് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ അധികം വൈകാതെ കണ്ടെത്തുന്നവരായിരിക്കും. ഇങ്ങനെ ഒരു പ്രകൃതം നിങ്ങളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ശിവചൈതന്യം പേർന്ന വ്യക്തിയാണ്. ഇനി അവസാനത്തേതും 10ാമത്തേതുമായ കാര്യമാണ്, ഇവർ ഭാവിയെ ഭയക്കുകയില്ല എന്നുള്ളതാണ്. സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭാവിയെക്കുറിച്ച് എപ്പോഴും ആശങ്കയായിരിക്കും. എൻ്റെ വാർദ്ധക്യകാലം എങ്ങനെയായിരിക്കും? മുന്നോട്ടുള്ള കാലയളവിൽ ഞാൻ എങ്ങനെ ജീവിക്കും? എന്നെ എൻ്റെ കുടുംബാംഗങ്ങൾ സഹായിക്കുമോ? വാർദ്ധക്യകാലത്ത് എൻ്റെ മക്കളോ എന്നെ ചുറ്റുപാട് നിന്ന് പരിചരിക്കാൻ മറ്റാരെങ്കിലുമോ ഉണ്ടായിരിക്കുമോ? എന്നൊക്കെയുള്ള ചിന്തകൾ ഇവരെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ ശൈവ ചൈതന്യം പേർന്ന ഒരാൾ ലോകതത്വത്തെ അറിയുന്ന ഒരാളായിരിക്കും. അദ്ദേഹം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുമെങ്കിലും ഭാവിയെ ഭയക്കുകയില്ല. കാര്യം ഭാവിക്ക് വേണ്ടുന്ന എല്ലാം കരുതാൻ ഇവർ തയ്യാറാണ്. ഭാവി എങ്ങനെയോ വന്നോട്ടെ, പക്ഷേ ഇന്നിൽ ജീവിച്ച് ഇന്നിൻ്റെ കാര്യങ്ങളെ കൃത്യമായി ചെയ്താൽ ഭാവി ശോഭനമായി മാറും എന്ന് തിരിച്ചറിയുന്ന വ്യക്തികളായിരിക്കും ഇത്തരം ശിവഭക്തർ. അതുകൊണ്ട് തന്നെ ഒരു നിമിഷം കളയാതെ ഇന്നത്തെ കർമ്മങ്ങളെ കൃത്യമായി നിർവഹിച്ച് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ശിവചൈതന്യം പേർന്ന 10 തരം പ്രകൃതങ്ങളെ നിങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളിൽ ഇത് എത്രമാത്രമുണ്ട് എന്നുള്ള കാര്യം ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. സ്വയം തിരിച്ചറിയുകയാണ് ഏറ്റവും വലിയ കാര്യം. ഇനി നിങ്ങൾ ഈ ശൈവ ചൈതന്യത്തിൽ ഇനിയും എത്തിച്ചേരാൻ ഒരുപാട് വൈകലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രകൃതങ്ങളെ നിങ്ങൾ സ്വീകരിക്കുകയും ഒപ്പം തന്നെ ശിവസ്മരണയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുക. അധികം വൈകാതെ തന്നെ ഭഗവാന്റെ കാരുണ്യസ്പർശം നിങ്ങളുടെ നെറുകയിൽ വന്നു ചേരും എന്നതിൽ സംശയം വേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം.
നിങ്ങളുടെ സ്വന്തം RJ അയ്യർ ഹരിചന്ദ്ര മഠം. നമസ്തേ.